السلام عليكم ورحمة الله وبركاته. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. സ്നേഹം ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ പ്രിയങ്കരായ ഇമാം 2026 ഏപ്രിൽ മാസം 3 നടത്തിയ ഖുതുബയിൽ വിശുദ്ധ ഖുർആനിലെ ഒരു വചനം എടുത്തുകൊണ്ട് മനുഷ്യരെ, വിശ്വാസികളെ ഉപദേശിക്കുകയാണ്. അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാ ബിൽ ഖിസ്തി വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലൂ ഇഅ്ദിലൂ ഹുവ അഖ്റബു ലിത്തഖ്വാ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു തആല പറയുന്നു, വിശ്വസിച്ചവരെ, നിങ്ങൾ അല്ലാഹുവിനു വേണ്ടി നിലകൊള്ളുന്നവരും നീതിപൂർവം സാക്ഷി പറയുന്നവരുമാകുവിൻ. കൂനു ഖവ്വാമീന ലില്ലാഹി, അല്ലാഹുവിനു വേണ്ടി നിങ്ങൾ നിലകൊള്ളുക. ശുഹദാ, സാക്ഷികളായി. നിങ്ങൾ ബിൽഖിസ്തി, നീതിപൂർവമുള്ള കാര്യങ്ങൾ. നിങ്ങൾ നീതിയുടെ, ന്യായത്തിൻ്റെ വക്താക്കളായിരിക്കണം. നിങ്ങൾ അല്ലാഹുവിൻ്റെ ആളുകളാണ്, അല്ലാഹുവിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. ഇനി വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ, ഒരു ജനതയോടുള്ള ശത്രുത, അവരോട് നീതി പ്രവർത്തിക്കാതിരിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. ഒരാളെ നമുക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നമ്മളങ്ങ് തീരുമാനിച്ച് ആ ഇഷ്ടമില്ലാത്ത ആളിനോട് നീതി പ്രവർത്തിക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. അവരോട് പോലും, നിങ്ങൾക്കിഷ്ടമില്ലാത്ത ആളുകളോട് പോലും നിങ്ങൾ നീതിപൂർവം വർത്തിക്കണം. നിങ്ങൾ നീതി പ്രവർത്തിക്കുക, അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തത്. നിങ്ങളുടെ ഇഷ്ടാനുഷ്ഠാനങ്ങളല്ല അവിടെ വിഷയം, അല്ലാഹുവിൻ്റെ ഇഷ്ടാനുഷ്ഠാനം. അതനുസരിച്ച് നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും ആ വ്യക്തിയോടും നിങ്ങൾ നീതിപൂർവം മാത്രമേ വർത്തിക്കാവൂ. അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെടുവീൻ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നായി അറിയുന്നവനാണല്ലോ. വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അവന് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിനെ നിങ്ങൾ ഭയപ്പെട്ടുകൊള്ളുക. ഈ ആയത്ത് കാണിച്ചു തരുന്നത്, നീതി പുലർത്തുകയും നിരപരാധികളെ സംരക്ഷിക്കുകയും ചെയ്യുന്നത് അല്ലാഹു നിർബന്ധമാക്കിയ കടമയാകുന്നു. നീതിപൂർവ്വം വർത്തിക്കുക, നിരപരാധികളെ സംരക്ഷിക്കുക. ഇത് മനുഷ്യൻ്റെ മേൽ, വിശ്വാസിയുടെ മേൽ നിർബന്ധമാക്കിയ കാര്യമാണ്. ആശയക്കുഴപ്പങ്ങളും
പിശാചിൻ്റെ ആശയങ്ങളും മനുഷ്യർ തമ്മിലാകുമ്പോൾ എന്തൊക്കെ ഉണ്ടാകാം? ആശയക്കുഴപ്പങ്ങളുണ്ടാകാം. അതുപോലെ തെറ്റായ ധാരണകളും. പിശാചിൻ്റെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിൻ്റെ കൽപ്പന അതിന് അനുസൃതമായ പ്രവർത്തനങ്ങളല്ല നമ്മുടെ ഭാഗത്തു നിന്ന് വരുന്നതെങ്കിൽ അത് പിശാചിൻ്റെ ആശയങ്ങളാണ്. ആ ആശയക്കുഴപ്പങ്ങളും പിശാചിൻ്റെ ആശയങ്ങളും അത് പിന്നെ നമ്മുടേതല്ല, അള്ളാഹുവിൻ്റെ അല്ല, അള്ളാഹ് പറഞ്ഞതനുസരിച്ചുള്ള പ്രവൃത്തിയല്ല. അങ്ങനെയാണെങ്കിൽ തെറ്റായ ധാരണകളും നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് ഈ 2-3 കാര്യങ്ങളാണ് ഇന്ന് ലോകമാകെ നിറഞ്ഞിരിക്കുന്നത്. എന്താണ്? ആശയക്കുഴപ്പങ്ങൾ, പിശാചിൻ്റെ ആശയങ്ങൾ, തെറ്റായ ധാരണകളും നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് ഓരോ കാര്യത്തെക്കുറിച്ച് ഓരോരുത്തരങ്ങ് ധരിക്കുകയാണ്. അതങ്ങനെ ആയിരിക്കും, ഇതിങ്ങനെ ആയിരിക്കും, അതങ്ങനെ ആയിരിക്കാം. അപ്പോൾ തെറ്റായ ധാരണകളും നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്ത് മുസ്ലിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ഈ ധർമ്മത്തിൽ ഉറച്ചു നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം അങ്ങനെയുള്ള ഒരു ലോകമായത്. ചതിയുടെയും വഞ്ചനയുടെയും പിശാചിൻ്റെ ആശയങ്ങൾ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ വഴിതെറ്റിക്കുന്ന വഴികൾ, ആശയങ്ങൾ അതുകൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ മുസ്ലിങ്ങൾ എന്നുള്ള നിലയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കേണ്ടതാണ്. തിന്മയും അഴിമതിയും അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ അവർ അനുവദിക്കരുത്. നമ്മിൽ നിന്ന് ഒരു മോശമായ വാക്കും പ്രവൃത്തിയും ഉണ്ടാകാതിരിക്കാൻ മുസ്ലിങ്ങൾ എന്ന നിലയിൽ നിങ്ങൾ ജാഗ്രത കാണിക്കണം. അങ്ങനെ ഒരു അഴിമതിയും ഒരു തെറ്റായ കാര്യവും മുസ്ലിങ്ങളിൽ നിന്ന്, മുസ്ലിങ്ങളെന്ന അഭിമാനിക്കുന്ന, അങ്ങനെ പറയുന്ന നിങ്ങളിൽ നിന്ന് അങ്ങനെ ഉണ്ടാവരുത്. ശൈത്താൻ അള്ളാഹുവിനോട് പറഞ്ഞിരിക്കുന്നു. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് സ്വാദിൽ 38-ാം അധ്യായത്തിൽ 82-83 വചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വചനം നമുക്ക് നോക്കാം. കാല ഫബിഇസ്സതിക. കാല, ഇവിടെ അവൻ പറഞ്ഞു എന്ന് പറയുന്നത് പിശാചിൻ്റെ നേതാവ് ഇബ്ലീസ്. അവൻ പറഞ്ഞു ഫബിഇസ്സതിക, നിന്റെ പ്രതാപത്തെ കൊണ്ട് സത്യം. അവൻ അള്ളാഹുവിൻ്റെ പ്രതാപത്തെ അവൻ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അള്ളാഹു എടുത്ത ഈ തീരുമാനം അംഗീകരിക്കാൻ അവൻ പറ്റുന്നില്ല. അതാണ് ആ പിശാചിൻ്റെ ഒരിത്. കാല ഫബിഇസ്സതിക. അദ്ദേഹം ഈ പിശാച് എന്താണ് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് പറയുന്നത്? ലൗഗവിയന്നഹും അജ്മഈൻ, അവരെ എല്ലാവരെയും ഞാൻ വഴികേടിലാക്കും. നിന്റെ സൃഷ്ടികളായിട്ടുള്ള നിന്റെ ശക്തിപ്രഭാവത്തെ കൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, നീ എനിക്കൊരു അവധി തരികയാണെങ്കിൽ അവരെ എല്ലാവരെയും ഞാൻ വഴി തെറ്റിക്കും. ലൗഗവിയന്നഹും അജ്മഈൻ, അവരെല്ലാവരെയും വഴികേടിലൂടെ നടത്തും. എന്നിട്ട് പറഞ്ഞ് ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലിസീൻ, ഇല്ലാ ഇബാദക, നിന്റെ ദാസന്മാരൊഴികെ, മിൻഹും അവരിൽപ്പെട്ട എല്ലാവരും അള്ളാൻ്റെ ദാസന്മാരായി. ഈ പിശാചും ദാസനാണ്. പക്ഷേ ഇവിടെ പറഞ്ഞെന്താ? മിൻഹുമുൽ മുഖ്ലിസീൻ, നിഷ്കളങ്കരായ അവരിൽപ്പെട്ട നിന്റെ ദാസന്മാരായ ആളുകളുണ്ട്. നിഷ്കളങ്കരായ ദാസന്മാർ, അവരൊഴികെയുള്ള എല്ലാവരെയും ഞാൻ വഴിതെറ്റിക്കുന്നതാണ്. വഴികൾ ഇതാര് ശപഥം ചെയ്തതാണ്? അല്ലാഹു തആല പറയുന്നു, ഇത് പിശാച് ശപഥം ചെയ്തതാണ്. കാലല ഫബിഇസ്സതിക, നിന്റെ പ്രതാപത്തെ കൊണ്ട് തന്നെ സത്യം, ഞാൻ അവരെ എല്ലാം വഴിതെറ്റിക്കും. എന്നാൽ നിന്റെ ആത്മാർത്ഥമായ ദാസന്മാരെ മാത്രം എനിക്ക് വഴിതെറ്റിക്കുവാൻ സാധിക്കുകയില്ല. ഇത് വിശുദ്ധ ഖുർആന്റെ പാഠമാണ്. അതിനാൽ ആത്മാർത്ഥതയും ഐക്യവും വിജയത്തിൻ്റെ താക്കോലുകളാണ്. ഒരു കാര്യം നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഒന്ന്, ആത്മാർത്ഥത ഉണ്ടായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ. മറ്റൊന്ന് നിഷ്കളങ്കത, ഐക്യം.
അപ്പോൾ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, ഐക്യമുണ്ടായിരിക്കണം. നമ്മളിപ്പോൾ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നത്, നിങ്ങൾ ഒരാൾ ആണെങ്കിലേ ഈ ഒരാൾ കൂടിയിരുന്ന് ഒരു കാര്യം അങ്ങ് ആലോചിച്ചു, അത് ഒരു ഇഴ പോലെ ആയിരിക്കും. നിങ്ങൾ 2 പേര് ചേർന്ന് ഒരു കാര്യം ആലോചിക്കുകയാണെങ്കിൽ അത് 2 ഇഴകൾ കൂടിച്ചേർന്ന പോലാവും. നിങ്ങൾ 3 പേര് ആണ് ഇപ്രകാരം കൂടിച്ചേർന്ന് ആലോചിക്കുന്നതെങ്കിൽ 3 ഇഴകൾ ചേർന്നതുപോലെ ശക്തിമത്തായി. 4 ആണെങ്കിൽ അതിലും ശക്തിമത്താവും. അപ്പോൾ ഇങ്ങനെ കൂടിയാലോചനയ്ക്കുള്ള ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ വന്ന ഈ ഒരു സംഭാഷണത്തിൽ വ്യക്തമാകുന്നത്. അപ്പോൾ തീരുമാനങ്ങൾ എടുക്കുന്നത് നിങ്ങൾ ആലോചിച്ച് ആണെങ്കിൽ അതിനെന്ത് വേണം? ഐക്യം വേണം. നിങ്ങളൊന്ന് വിശ്വാസികളാണെങ്കിൽ അവരിൽ എന്തുണ്ടായിരിക്കും? ഐക്യമുണ്ടായിരിക്കും. വിശ്വാസികളല്ലാത്തത് കൊണ്ടാണ് ഉണ്ടാകാത്തത്? ഐക്യമുണ്ടാകാത്തത്. ഖലീഫത്തുള്ള പറയുന്നു, അതിനാൽ ആത്മാർത്ഥതയും ഐക്യവും വിജയത്തിൻ്റെ താക്കോലുകളാണ്. ഒന്ന് നമ്മുടെ ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. ഒരാൾക്കൊരു നന്മ വരണം എന്നത് തന്നെയായിരിക്കണം ഒരു വിശ്വാസിയുടെ ലക്ഷ്യം, നന്മ. അപ്പോൾ അതിൽ ഇഖ്ലാസുണ്ട്. അതിനൊരു യോജിപ്പും ഉണ്ടായിരിക്കണം. അങ്ങനെ യോജിച്ചാണെങ്കിൽ എന്ത് ചെയ്യും? അള്ളാഹുവിൻ്റെ പ്രീതി ആ കാര്യത്തിലേക്ക് വരികയുള്ളൂ. ഇത് ഏകപക്ഷീയമായ നിലയിലുള്ള തീരുമാനങ്ങളും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളും അതിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മുൻതൂക്കം വരുന്ന തീരുമാനങ്ങൾ വരുന്നില്ല എങ്കിൽ, ആ മുൻതൂക്കത്തിന് ഐക്യതയോടുകൂടി അവർ മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ ആ തീരുമാനങ്ങളൊക്കെ പാളിപ്പോകും. അതുകൊണ്ട് ആത്മാർത്ഥത നിറഞ്ഞ ഐക്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ വിജയത്തിൻ്റെ താക്കോലുകളാണ്. എന്നാൽ ഐക്യം എന്നതുകൊണ്ട് മറ്റുള്ളവരെ ഒഴിവാക്കുക എന്നല്ല അർത്ഥം. ഞങ്ങളെല്ലാവരും വലിയ ഐക്യത്തിലാകട്ടോ, അതുകൊണ്ട് ബാക്കിയുള്ളവരെല്ലാം ആരും വേണ്ട എന്നല്ല എൻ്റെ അർത്ഥം. മറിച്ച് പരസ്പര ബഹുമാനത്തോടെ ഒരുമിച്ച് ജീവിക്കുക എന്നതാണ് അതിൻ്റെ യഥാർത്ഥ അർത്ഥം. എല്ലാവരെയും പരസ്പരം, ഒരു കൊച്ചു കുട്ടിയായാലും നമ്മൾ ബഹുമാനിക്കണം, അതുപോലെ തിരിച്ചും. അങ്ങനെ പരസ്പര ബഹുമാനത്തോടെ നമ്മൾ ജീവിക്കുക, ഒരുമിച്ച് ജീവിക്കുക. എന്നിട്ട് ഹിന്ദുക്കളും ജൂതന്മാരും ക്രൈസ്തവരും മുസ്ലിങ്ങളും എല്ലാവരുടെയും സൃഷ്ടാവ് ഒരേ ഒരുവനാണ്. നമ്മൾ വളരെ ഗൗരവമായി കാണേണ്ട കാര്യമാണ്. ഈ ഭൂമുഖത്ത് കാണുന്ന എല്ലാവരും അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ അവൻ എല്ലാവരെയും സൃഷ്ടിച്ചു, അവർക്ക് ബോധനം നൽകിയിരിക്കുന്നു. ആ ബോധനം അവരിലേക്ക് കടന്നു വരുന്നതിന് പര്യാപ്തമായ നിലയിലുള്ള നിഷ്കളങ്കമായ ഐക്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകണം. ഒരുമിച്ചാണ്, ഒരു സംഘമാണ് എന്ന് പറഞ്ഞിട്ട് അവർ തമ്മിൽ തല്ലി പിരിഞ്ഞു പോയാൽ അവിടെ ഐക്യമുണ്ടോ? ഐക്യമില്ലാത്ത നിലയിൽ വന്നു കഴിഞ്ഞാൽ എന്താ? അവിടെ പിശാച് കയറി വർക്ക് ചെയ്തു എന്ന അർത്ഥം. പിശാച് കയറി കഴിഞ്ഞാൽ ഐക്യം ഉണ്ടാകത്തില്ല, ശിഥിലമാക്കി കളയും. അപ്പോൾ ഒരേ ഒരുവനാണ് എല്ലാവരുടെയും സൃഷ്ടാവ്. അപ്പോൾ ആ സൃഷ്ടാവിൻ്റെ സൃഷ്ടികളായ മനുഷ്യർ അവരെ നന്മയിലേക്ക് ക്ഷണിക്കുക, നന്മയിലേക്ക് കൂട്ടിക്കൊണ്ടുവരിക എന്നതാണ് വിശ്വാസികൾ എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്വം. അവൻ അല്ലാഹുവാണ്. എന്നാൽ കാലക്രമേണ മനുഷ്യർ അവരുടെ ദൈനംദിന ജീവിതത്തിൽ വ്യാജ ദൈവങ്ങളെ ഉൾപ്പെടുത്തി. എങ്ങനെയാണ് അല്ലാഹുവിൽ നിന്ന് ഇവർ അകന്നു പോയത്? കാലം മുന്നോട്ട് പോയപ്പോൾ ഈ യഥാർത്ഥമായ അറിവ് അവർ മാറ്റിവെച്ചു. ആ അറിവിനൊരു പ്രാധാന്യം കൊടുത്തില്ല. അറിവ് മുഴുവൻ ഇവിടെ സമാഹരിക്കപ്പെട്ടു വെച്ചു വിശുദ്ധ ഖുർആനിലൂടെ. അത് വിശദീകരിച്ച് പഠിപ്പിക്കുന്നതിനും സംശയ നിവാരണത്തിനുമായിട്ട് അല്ലാഹു തആല മനുഷ്യരിൽ നിന്ന് തന്നെ ആളുകളെ സെലക്ട് ചെയ്ത് അവരുടെ നടപടിക്രമം നടത്തുന്നു. എന്നാൽ അവരുടെ ദൈനംദിന ജീവിതത്തിൽ വ്യാജ ദൈവങ്ങളെ ഉൾപ്പെടുത്തി.
ഈ കൽപ്പന ഞാൻ ചെയ്യാൻ പോകുന്ന, ഞാൻ പറയാൻ പോകുന്ന കാര്യം അള്ളാഹുവിന് തൃപ്തിപ്പെട്ടതാണോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊരു ചിന്തയില്ല എങ്കിൽ നമ്മുടെ ഉള്ളിൽ വ്യാജ ദൈവങ്ങൾ കടന്നുകൂടിയിരിക്കുക. ഈ നാവ് ഉപയോഗിച്ച് മോശമായ കാര്യങ്ങൾ പറയുകയാണ്. അതിൻ്റെ ഫലമായി അവർ അള്ളാഹുവിനെ മറന്നുപോയി. അപ്പോൾ അത്തരം വാക്കുകൾ പറയുമ്പോൾ, അത്തരം പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അവർ അള്ളാഹുവിനെ മറന്നാണ് ഈ പറയുന്നത്. ഒരു വ്യക്തി സ്വയം മുസ്ലിമാണെന്ന് പറയുകയും എന്നാൽ മുസ്ലിമിനെ പോലെ ജീവിക്കാതിരിക്കുകയും ചെയ്താൽ, ഞാൻ മുസ്ലിമാണ്, ഞാൻ ജമാഅത്ത് ഇസ്ലാമിൻ്റെ ആളാണ്, അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിൻ്റെ ആളാണ് എന്ന് പറയും. അങ്ങനെ ഒരാൾ മുസ്ലിമാണെന്ന് പറയുകയും എന്നിട്ട് മുസ്ലിമായി ജീവിക്കാതിരിക്കുകയും ചെയ്താൽ അവനും വഴി തെറ്റിയവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. വെറുതെ പറയാവുന്നേ ഉള്ളൂ. അവരുടെ സ്വന്തം ശരീര ഇച്ഛകൾ അവരോട് എന്ന് പറയുന്നു, അതനുസരിച്ച് അവർ ചെയ്യുന്നത്. അള്ളാഹുവിൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് ശരീരത്തെ അവർ മെരുക്കിയെടുക്കുന്നില്ല. കാരണം അവൻ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ഉപേക്ഷിച്ച് പാശ്ചാത്യ സംസ്കാരങ്ങളെ പിന്തുടരുന്നു. അത്തരം സംസ്കാരങ്ങളെക്കുറിച്ച് അള്ളാഹു ഉമ്മത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ശൈത്താൻ അവരെ തൻ്റെ വലയിലാക്കാതിരിക്കുവാനാണ് ആ മുന്നറിയിപ്പ്. അതിലൊക്കെ നമ്മൾ അകപ്പെട്ടു പോകാതിരിക്കുന്നതിന് പൈശാചിക ശക്തികളുടെ ഈ ഭൗതിക ലോകത്തിലെ ഈ കാഴ്ചകളിലേക്ക് അവരെ നമ്മെ കൂട്ടിക്കൊണ്ടു പോകും. അങ്ങനെ നിങ്ങൾ ആ പൈശാചിക ശക്തികളുടെ അടിമകളായി പോകും. അങ്ങനെ പോകാതിരിക്കുവാനുള്ള മുന്നറിയിപ്പാണ് അള്ളാഹു നൽകിയിരിക്കുന്നത്. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പറയുക, വേദഗ്രന്ഥം ലഭിച്ചവരെ നമുക്കും നിങ്ങൾക്കും ഒരുപോലെ അംഗീകരിക്കാവുന്ന ഒരു കാര്യത്തിലേക്ക് വരുവിൻ. എല്ലാവരും പറയുന്നു നമ്മൾ ദൈവത്തെ വിശ്വസിക്കുന്നവരാണ്, അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കൂ, അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കുകയില്ല എന്ന്. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ സൃഷ്ടികൾക്കും യോജിക്കാവുന്ന ഏറ്റവും അടിസ്ഥാനപരമായ കാര്യമൊന്നും നമുക്ക് നമ്മുടെ എല്ലാം ദൈവം ഒന്നാണ്. അപ്പോൾ അവൻ്റെ കൽപ്പനകളെ ഞങ്ങൾ അനുസരിക്കൂ എന്ന് ഏതൊരു വ്യക്തിക്കും തീരുമാനമെടുക്കാവുന്നതാണ്. പിന്നെ ആ കൽപ്പനകൾ ഏത്, അതിനെക്കുറിച്ചുള്ള അന്വേഷണം നടത്തുമ്പോൾ തീർച്ചയായിട്ടും ലോകത്തിന് നീതിപൂർവം വർത്തിക്കാവുന്ന, പെരുമാറാവുന്ന കൽപ്പന പുറപ്പെടുവിച്ചിട്ടുള്ളത് അത് സംശുദ്ധമായ നിലയിൽ. മറ്റെല്ലാ ഗ്രന്ഥങ്ങളിലും കുറേ വന്നിട്ടുണ്ട്, പക്ഷേ മനുഷ്യരുടെ കൈകടത്തലുകൾ വന്നത് മൂലം അത് സംശുദ്ധമായ നിലയിൽ ലഭ്യമായത്, മാനവരാശിക്ക് വേണ്ടി ലഭ്യമായത്. അത് ഇത്ര തുടക്കം തന്നെ അങ്ങനെ ആണല്ലോ പറയുന്നത്. കരുണാനിധിയും കാരുണ്യവാനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹ്. അപ്പോൾ തന്നെ അവർക്ക് യോജിക്കാവുന്ന കാര്യമേ ഉള്ളൂ, നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാവെന്നാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് യോജിക്കാം. ആ കാര്യം അത്രയും യോജിക്കാൻ നമുക്കൊരു ദൈവമുണ്ട്, നമ്മുടെ എല്ലാം ദൈവം ഒന്ന് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കാര്യത്തിൽ യോജിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. അങ്ങനെ പോകുമ്പോൾ നമുക്ക് ഓരോരോ നല്ല പ്രവർത്തനങ്ങൾ തുടങ്ങാൻ നമുക്ക് കഴിയും. ഈ അടിസ്ഥാനപരമായ വിശ്വാസവും മനുഷ്യനിൽ നിന്ന് അപ്രത്യക്ഷമായി. അതുകൊണ്ട് ഈ വചനങ്ങളും ഇതിൻ്റെ വിശദീകരണങ്ങളും ഈ കാര്യങ്ങളും കേൾക്കുവാൻ അവരശേഷം ശ്രദ്ധ ചെലുത്തുന്നില്ല. അതിനെ ഉൾക്കൊള്ളുവാൻ അവർ സമയം കണ്ടെത്തുന്നില്ല. അതിനുവേണ്ടി അവരുടെ ജീവിതത്തെ കുറേ സമയം മാറ്റിവെക്കുവാൻ അവർ തയ്യാറാകുന്നില്ല. അതുകൊണ്ട് അവർ ഇരുട്ടിലൂടെ നടക്കുകയാണ്. മാനവകുലം അപ്രകാരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആർക്കെങ്കിലും വെളിച്ചം കിട്ടിയെങ്കിൽ ആ വെളിച്ചം അവർ പകർന്നു കൊടുക്കണമല്ലോ. ആ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കുന്നവർ വെളിച്ചത്തിലൂടെ നടക്കുമ്പോൾ ആ പ്രകാശം അവരിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ നമ്മൾ കത്തി ജ്വലിച്ച് നിൽക്കണം, പ്രകാശിച്ച് നിൽക്കണം. നമ്മൾ മങ്ങിപ്പോകരുത്, പ്രകാശം കെട്ടുപോകരുത്. ആ പ്രകാശധാരയിലൂടെ നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സ്വയം പ്രകാശിക്കാൻ കഴിയുന്നതോടൊപ്പം മറ്റുള്ളവർക്ക് പ്രകാശം നൽകുവാനും കഴിയും. അങ്ങനെ വിളക്കുകളായി നിങ്ങളുടെ വീടുകളിൽ അങ്ങനെ കത്തി നിൽക്കണം, ജ്വലിച്ച് നിൽക്കണം, പ്രകാശം ജ്വലിച്ച് നിൽക്കണം.
അതിൻ്റെ പ്രകാശം മങ്ങിപ്പോകരുത്. വേറെ ലോകത്തിലുള്ള ആരുടെ അടുത്തേക്ക് നമ്മൾ അടുക്കുമ്പോഴും ഈ പ്രകാശത്തിലേക്ക് അവരെയും കൂടെ കൂട്ടി കൊണ്ടുവരാൻ ഉള്ള ആർജവം ഉണ്ടാവണം. അപ്പോഴാണ് ആ പ്രകാശം നമ്മിലുള്ളത്. ആ നിലയിൽ പ്രകാശം പരത്തുന്ന നിഷ്കളങ്കരായ സത്യവിശ്വാസികളായി നമുക്ക് ഓരോരുത്തർക്കും പ്രവർത്തിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.